ഹായ് നമസ്കാരം. ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ സുധി ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഹോം അപ്ലയൻസസിന്റെ ഒരു ഷോറൂമാണ് സുധി തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഇനോഗ്രേഷനിൽ ചന്ദ്രമതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആരൊക്കെ തള്ളി പറഞ്ഞാലും സുധിയെ സപ്പോർട്ട് ചെയ്തിരുന്നത് ചന്ദ്രയായിരുന്നു. എന്നാൽ ചന്ദ്രയുടെ പേര് ആ ഹോം അപ്ലയൻസസിന് ഇടണ്ട എന്നൊക്കെയാണ് സുധി ആദ്യം പറഞ്ഞിരുന്നത്. മാത്രമല്ല ഉദ്ഘാടനം ചെയ്യാൻ പുറത്തു നിന്ന് ആരെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെയായിരുന്നു സുധിയുടെ അഭിപ്രായം. പക്ഷെ സച്ചി തന്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് തന്റെ അമ്മയുടെ പേര് കടക്കിട്ടാൽ മതിയെന്നും അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയെന്നും പറഞ്ഞു. ഒടുവിൽ ചന്ദ്ര തന്നെയാണ് കട ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ സുധി ആദ്യമായിട്ട് ജോലിക്ക് പോയി തിരികെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോ സുധിയും ശ്രുതിയും അകത്തേക്ക് കയറാൻ തുടങ്ങുന്നതും ചന്ദ്ര ഓടി വന്നിട്ട് അകത്തേക്ക് കയറരുതെന്നും കടയിൽ വെച്ച് പലരുടെയും കണ്ണ് തട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് ആരതി ഒഴിഞ്ഞിട്ട് കയറിയാൽ മതിയെന്നും പറയുകയാണ് കേട്ടോ. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാണ് ചന്ദ്രമതി സുധിയെയും ശ്രുതിയെയും അകത്തേക്ക് കയറ്റുന്നത്. അത് കാണുമ്പോ സച്ചിക്ക് ചിരി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ പിന്നെ ആ കടയിൽ വരുന്നവരൊക്കെ ഇവനെ കണ്ണുവെക്കലല്ലേ പണി. ഇനി കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവനെ ആയിരിക്കില്ല, അച്ഛനെ ആയിരിക്കും. അച്ഛനല്ലേ 3 മക്കളെയും വളർത്തി വലുതാക്കി നല്ല നിലയിൽ എത്തിച്ചത്. അപ്പൊ അച്ഛനെ തന്നെയാണ് എല്ലാവരും കണ്ണുവെക്കുക. ശ്രീകാന്ത് ആണെങ്കിലും അത് ശരിവെക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്കും ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ശരിക്കും ദേഷ്യവും വരുന്നു. ശ്രുതിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്നാണ്. അത്രയും ടയേർഡായിട്ടാണ് ശ്രുതി എത്തിയിരിക്കുന്നത്. അകത്തേക്ക് കയറിയ പാടെ ശ്രീകാന്തിനോട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആ സമയത്തിനിടയിൽ ശ്രുതി പരിസരമൊന്നും നോക്കാതെ അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ ശ്രുതി നിനക്ക് ഇത്ര ക്ഷീണം? ആദ്യത്തെ ദിവസമല്ലേ ഇത്, ഇപ്പൊ തന്നെ നീ ഇങ്ങനെ വയ്യാതായല്ലോ. ഉടനെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ, കയ്യും കാലും ഒക്കെ ഭയങ്കര വേദനയുണ്ട്, ഒന്ന് ഉറങ്ങിയാൽ മതിയെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന്. ഞാൻ എന്തായാലും കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങനെ കിടക്കുമ്പോ സച്ചി ആണെങ്കിൽ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിലും ശ്രുതിയുടെ അവസ്ഥ കണ്ടിട്ട് ഇവനിത് എന്ത് പറ്റിയെന്ന് ശ്രുതിയോടായിട്ട് ചോദിക്കുമ്പോ തനിക്കൊന്നും അറിയില്ലെന്ന് ശ്രുതി തലകൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് ശ്രീകാന്ത് വന്ന് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക്. രവീന്ദ്രനാണെങ്കിലും ശ്രുതിയോട് ആദ്യ ദിവസം തന്നെ നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ അത് പിന്നെ അച്ഛാ ഇന്ന് നല്ല തിരക്കായിരുന്നു, ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു, ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു, സംസാരിച്ച് എന്റെ വായ വരെ വേദനിക്കുന്നുണ്ട് എന്നൊക്കെ ശ്രുതി പറയുന്നത് കേട്ട് അപ്പൊ ഈ വർഷയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. വർഷ ദിവസം മുഴുവൻ സംസാരിക്കുന്ന ജോലിയല്ലേ ചെയ്യുന്നത്, അവൾക്ക് ഈ പ്രശ്നമൊന്നുമില്ല. വർഷയും ആ സമയം പറയുന്നുണ്ട് എനിക്ക് സംസാരിച്ച് അങ്ങ് ശീലമായെന്ന്. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോൻ എന്തിനാ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്നത്? അവിടെ വേറെ സ്റ്റാഫുകളൊക്കെ ഇല്ലേ, അവരെ കൊണ്ട് ചെയ്യിച്ചൂടെ? അതിന് മറുപടിയായിട്ട് ശ്രുതിയാണ് പറയുന്നത്, അത് പിന്നെ ഇവനല്ലേ അവിടുത്തെ ഓണർ, അപ്പൊ ഇവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, ഇവൻ ചെയ്ത് കാണുമ്പോഴേ മറ്റുള്ള സ്റ്റാഫുകളും അതുപോലെ ചെയ്യുള്ളൂ എന്നിങ്ങനെ. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ജോലിക്ക് പോകുന്നവര് തന്നെയാ, എല്ലാവർക്കും ക്ഷീണമുണ്ട്, പക്ഷെ നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ? ചന്ദ്രമതി അപ്പോ ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അവന് ക്ഷീണമൊക്കെ കാണും, ബിസിനസ് എന്ന് പറഞ്ഞാലേ വെറും കാര്യമൊന്നുമല്ല. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളെ പോലെ വെറുതെ ഇരുന്ന് വണ്ടി ഓടിക്കൊന്നും അല്ലല്ലോ അവൻ. നല്ല ജോലിയുണ്ട്, അതൊക്കെ ചെയ്തു തീർക്കുമ്പോ നല്ല ക്ഷീണവും കാണും. എന്നാൽ ചന്ദ്രമതിയുടെ ഈ സംസാരമൊന്നും സച്ചിക്ക് ഒട്ടും പിടിക്കുന്നില്ല. എന്റെ അച്ഛൻ വെറുതെ ഇരുന്ന് വണ്ടി ഓടിക്കൊന്നുമല്ല, വെയിലായാലും മഴയായാലും നല്ല പോലെ ജോലി ചെയ്തിട്ട് തന്നെയാണ് എന്റെ അച്ഛൻ ഞങ്ങളെയൊക്കെ വളർത്തിയത്. ഒരു ദിവസം പോലെ എന്റെ അച്ഛൻ ലീവ് എടുത്തിരുന്നില്ല. ഇങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടും വൈകിട്ട് വരുമ്പോഴേ കയ്യും കാലും വേദനയുണ്ടെന്ന് കരുതി പിറ്റേ ദിവസം ജോലിക്ക് പോകാതെയോ വയ്യ എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്തിട്ടില്ല. ഇവൻ ഇന്നൊരു ദിവസം ജോലിക്ക് പോയി, അതും AC-യിലിരിക്കുന്ന ജോലി, എന്നിട്ടാണ് അവൻ ഇങ്ങനെ കാണിക്കുന്നത്. ശ്രീകാന്ത് ആണെങ്കിലും പറയുന്നുണ്ട്, ഞാനും റെസ്റ്റോറന്റിൽ നല്ല ചൂടത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് ആ ജോലി നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഇഷ്ടത്തോടെ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോ എനിക്ക് അതത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുമില്ല. വർഷയും പറയുന്നുണ്ട്, നമ്മൾ ഇഷ്ടത്തോടെ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിലൊരു വിഷമതകളും നമുക്ക് ഫീൽ ചെയ്യില്ലെന്നും. ഒരു ദിവസം ഒരുപാട് ഡബ് ചെയ്യാനുണ്ടായിട്ടും എനിക്കത് തീരുമ്പോ പെട്ടെന്ന് തീരുന്നത് പോലെയാണ് തോന്നാറ്, കാരണം എനിക്കിഷ്ടമാണ് ആ ജോലി. അങ്ങനെ ഇഷ്ടത്തോടെ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മടുപ്പും തോന്നില്ല എന്നിങ്ങനെ. ശ്രുതിക്കാണെങ്കിൽ വർഷയുടെ സംസാരം ഒട്ടും പിടിക്കുന്നില്ല. ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതിന് ശ്രുതിക്ക് ഈ ജോലി ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞത്? ശ്രുതിക്ക് ചെറിയൊരു ക്ഷീണം തോന്നി, അത്രയല്ലേ ഉള്ളൂ. ഏതായാലും ചന്ദ്രമതി ശ്രുതിയോട് പോയിട്ട് കുളിച്ചിട്ട് വരാനും ഞാൻ ഫുഡ് എടുത്ത് വെക്കാന്നും പറഞ്ഞു വിടുകയാണ് ശ്രുതിയെ. എന്നാൽ ശ്രുതി കുളിക്കാനും ഒന്നും പോകുന്നില്ല, നേരെ പോയി റൂമിൽ ചെന്ന് കിടന്നുറങ്ങുകയാണ്. ശ്രുതിയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ശ്രുതി നല്ല ഉറക്കം. പിന്നീട് ശ്രുതിയെ വിളിച്ചുണർത്തി പോയി ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട, എനിക്കൊന്ന് നന്നായി ഉറങ്ങിയാൽ മതി, കാലൊക്കെ ഭയങ്കര വേദനയാണ്, അതുകൊണ്ട് കുറച്ചു നേരം ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടക്കുന്നു. ചന്ദ്രമതി ആണെങ്കിൽ ഇതൊക്കെ അറിയുമ്പോ ശ്രുതിയെ വന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതിയോടും
സച്ചിയോടും കഴിച്ചോളാനും ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ എന്നും പറഞ്ഞ അവരെ പറഞ്ഞു വിടുന്നു. എന്നാ മോള് വാ, നമുക്ക് കഴിക്കാം. അവൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്ന് കഴിച്ചോളൂ എന്ന് തീരുമാനിക്കുകയാണ് ചന്ദ്രമതി. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ശ്രുതി വീണ്ടും റൂമിലെത്തുമ്പോ ശ്രുതി അപ്പോഴും നല്ല ഉറക്കമാണ്. എന്തുറക്കമാ ശ്രുതി ഇത്, എണീക്ക്, ഇന്ന് ഈ റൂമില് സച്ചി രേവതിയാണ് കിടക്കേണ്ടത്, അത് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് പുറത്തൊന്നും വന്ന് കിടക്കാൻ വയ്യ, എനിക്കൊന്ന് ഉറങ്ങണം, നീ ഒന്ന് പോയി എന്ന് പറഞ്ഞ് എന്റെ ഉറക്കത്തിലേക്ക് തന്നെ പോകുന്നു. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇതുവരെ ശ്രുതി വരാത്തത് കൊണ്ട് ചന്ദ്രമതി പോയി തിരക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഇതുവരെ എണീറ്റിട്ടില്ലെന്ന്. എന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന സച്ചിയാണെങ്കിൽ ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് അവിടെ കിടക്കേണ്ടതല്ലേ, അതുകൊണ്ട് അവനോട് എണീറ്റ് പോവാൻ പറയാൻ. ഞാനിപ്പോ ശ്രുതിയെ വിളിക്കാമെന്ന് പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം സച്ചി പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നു. രേവതിയും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എണീക്കാൻ. പക്ഷെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അവര് വേണമെങ്കിൽ പുറത്ത് കിടക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ നിന്ന് മാറുന്നത്, സമയം കുറെ ആയിട്ടും ശ്രുതിയെയും പുറത്ത് കാണാത്തപ്പോ ഇവരെന്താ പുറത്തു വരാത്തത്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് സച്ചി കഥകില് പോയി തട്ടുകയാണ്. ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തോടെ വന്ന് കഥക തുറക്കുമ്പോ സച്ചി ശ്രുതിയോടായിട്ട്, ഇന്ന് ഞങ്ങളാണ് റൂമിൽ കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, അവനോട് എങ്ങ് പുറത്തേക്ക് ഇറങ്ങാൻ പറ. എന്നൽപ്പം ദേഷ്യത്തോടെ സച്ചി പറയുമ്പോ അവൻ നല്ല ഉറക്കത്തിലാ, എത്ര വിളിച്ചിട്ടും എണീക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യാന്ന് സച്ചിയോട് ദേഷ്യത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ശ്രുതി. എന്നിട്ട് സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, സച്ചി വേണമെങ്കിൽ ഇതേ ശ്രുതിയുടെ അടുത്ത് വന്ന് കിടന്നോ, ഞാനും രേവതിയും പുറത്ത് കിടന്നോളാം എന്ന്. സച്ചിക്കാണെങ്കിൽ ശ്രുതിയുടെ ആ സംസാരം ഒട്ടും പിടിക്കുന്നില്ല. ദേഷ്യത്തിൽ തന്നെ സച്ചി ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സാരമില്ല സച്ചിയേട്ടാ, അവരവിടെ കിടന്നോട്ടെ, നമുക്ക് മുകളിൽ പോയി കിടക്കാം. പക്ഷെ സച്ചി നല്ല വാശിയിൽ തന്നെയാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾക്ക് ഇന്ന് റൂമിൽ തന്നെ കിടക്കണം, അവനോട് വേഗം അങ്ങ് ഇറങ്ങാൻ പറ എന്ന് ആജ്ഞാപിക്കുന്നുണ്ട് ശ്രുതിയോട്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, അവൻ ഉറങ്ങിപ്പോയില്ലേ, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന്. അപ്പോ ഇവരുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ കേട്ട് ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം, എന്തിനാ നിങ്ങളിങ്ങനെ സംസാരിച്ച് ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോ സച്ചി രവീന്ദ്രനോടായിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, ഞങ്ങളാണ് ഇന്ന് റൂമിൽ കിടക്കേണ്ടതെന്ന് അച്ഛമ്മ പറഞ്ഞത് എല്ലാവർക്കും അറിയാലോ, ഇനി ഞങ്ങളാണ് ഒരാഴ്ച ഈ റൂമിൽ കിടക്കേണ്ടത്. പക്ഷേ ദാ അവൻ അവിടെ കിടന്നുറങ്ങുന്നു, അച്ഛൻ അവനെ വിളിക്ക്, അവനോട് പുറത്തിറങ്ങി വരാൻ പറ, അല്ലെങ്കിൽ ഞാൻ അച്ഛമ്മയെ വിളിച്ച് അച്ഛമ്മയോട് കാര്യം പറയാം, അവൻ പുറത്തിറങ്ങുന്നില്ല എന്നുള്ള കാര്യം പറയാം എന്നിങ്ങനെയെല്ലാം സച്ചി പറയുമ്പോ രവീന്ദ്രൻ സച്ചിയെ തടയുന്നുണ്ട്. രാത്രി അമ്മയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിഷം സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന് അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയതായിരിക്കും, സാരമില്ല, നിങ്ങൾ എന്റെ റൂമിൽ കിടന്നോ. പക്ഷേ സച്ചി അതൊന്നും കൂട്ടാക്കുന്നില്ല. അതൊക്കെ അവന്റെ അഭിനയമായിരിക്കും അച്ഛ, അവനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ അച്ഛൻ തന്നെ പറയാൻ പറഞ്ഞ് നിർബന്ധിക്കുമ്പോ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ റൂമിൽ കിടന്നോ, ഞങ്ങള് പുറത്ത് കിടന്നോളാമെന്ന്. അതൊന്നും വേണ്ട അച്ഛ, അച്ഛന് പൊടിയൊക്കെ തട്ടിയാൽ വലിയ പ്രശ്നമല്ലേ, ഞങ്ങള് മുകളിൽ പോയി കിടന്നോളാം, അച്ഛൻ റൂമിലോട്ട് പൊക്കോളാൻ തന്നെ സച്ചി പറയുന്നുണ്ട്. പിന്നീട് സച്ചി അങ്ങനെ തീരുമാനമെടുത്തത് കാണുമ്പോ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. അവര് ചിരിച്ചു നിൽക്കുന്നുണ്ട്. കാണുന്നതും സച്ചി പറയുന്നുണ്ട്, വേണമെന്ന് കരുതിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തായാലും നാളെ ആവട്ടെ, ഞാൻ കാണിച്ചു തരാമെന്ന് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സച്ചി മുകളിലോട്ട് പോകുന്നുണ്ട് രേവതിയും കൂട്ടി. അങ്ങനെ ടെറസിൽ രേവതി പായയൊക്കെ വിരിക്കുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്, രേവതിയെ ടെറസിലേക്ക് എടുത്തേണ്ടി വരുന്നല്ലോ എന്നോർത്ത്. പക്ഷെ രേവതി പറയും കേട്ടോ, അതൊന്നും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിലും റൂമിലല്ലല്ലോ നമ്മൾ എന്നും കിടക്കാറ്, മാത്രമല്ല ഞാൻ ഒരുപാട് വലിയ റൂമിലൊന്നും കിടന്ന് ശീലിച്ചതുമല്ല, ഇതുപോലെ നിലത്തൊക്കെ കിടന്നിട്ട് തന്നെയാ ഞാനും കഴിഞ്ഞിരുന്നത്. റൂമിൽ കിടക്കുമ്പോ മുകളിൽ ഫാൻ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ, ഇവിടെ കിടന്നാലോ, ഇവിടെ കിടന്ന ചന്ദ്രനെയും നക്ഷത്രത്തെയും ഒക്കെ കാണാം, ഇതെന്ത് രസമാ, അതുകൊണ്ട് ഇവിടെ കിടക്കുന്നത് തന്നെയാ നല്ലതെന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, നിനക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു റൂം തന്നെ പണിതു തരുമെന്ന്. എന്നാൽ രേവതി പറയും, എനിക്ക് അതൊന്നും ആഗ്രഹമില്ല, ഇപ്പൊ തന്നെ ഞാൻ നല്ല സന്തോഷത്തിലാ, സച്ചിയേട്ടൻ എന്റെ കൂടെ ഇല്ലേ, പിന്നെ ഞാൻ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്. സച്ചി പിന്നീട് പറയുന്നുണ്ട്, ശ്രുതിക്കും വലിയ അഹങ്കാരമാണിപ്പോ, വലിയ ജോലിക്കാരാണെന്ന് കരുതിയിട്ട് എനിക്ക് അവരെ പോലെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല ജോലിയൊന്നും കിട്ടാനും പോകുന്നില്ല, ഈ കാർ ഓടിക്കാൻ മാത്രമല്ലേ അറിയൂ. ഉടനെ രേവതി സച്ചിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിനെന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ കാർ ഓടിച്ച് നല്ല നിലയിലെത്തും, ഉള്ളത് കൊണ്ട് സന്തോഷത്തിൽ ഇതുപോലെ സച്ചിയേട്ടന്റെ കൂടെ ജീവിക്കാനാ എനിക്കിഷ്ടം, എനിക്കതിൽ യാതൊരു പരാതിയില്ല, എന്നും നമ്മൾ ഇതുപോലെ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞ് സച്ചിയുടെ തോളിൽ എങ്ങനെ കിടക്കുന്നുണ്ട് രേവതി. അങ്ങനെ പിറ്റേ ദിവസമായി, സമയം ഒരുപാടായി, വീട്ടിലെ എല്ലാവരും ഉണർന്നിട്ടും ശ്രുതി മാത്രം ഉണർന്നിട്ടില്ല. കുളിയെല്ലാം കഴിഞ്ഞ് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി, നിനക്കിന്ന് ജോലിക്ക് പോണ്ടേ, ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ ശ്രുതി, എനിക്ക് കാലൊക്കെ ഭയങ്കര വേദന, തീരെ വയ്യ, കുറച്ചു നേരം കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി എങ്ങനെ കിടക്കും. ഞാനും ഇതുപോലെ ദിവസവും നിന്ന് ജോലി ചെയ്യുന്നതാ, എനിക്കും വേദനയൊക്കെ വരാറുണ്ട് എന്ന് കരുതി ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ ശ്രുതി. അപ്പൊ ശ്രുതി പറയും, എന്നാലും 10 മണിക്കല്ലേ ഷോപ്പ് തുറക്കേണ്ടതുള്ളൂ, ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ, ഇതിലും നല്ലത് ആ പാർക്കിൽ പോയിരിക്കായിരുന്നു, എന്നാൽ എനിക്ക് ഇത്രയും ക്ഷീണം ഉണ്ടായിരുന്നില്ല. അത് കേൾക്കുമ്പോ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. എങ്കിലേ നീ പാർക്കിൽ തന്നെ പോയിരുന്നോ, ദേ ശ്രുതി നീ വേഗം എണീക്കുന്നുണ്ടോ, ഒന്ന് വേഗം എണീറ്റ് ആ ജോലിക്ക് പോ ശ്രുതി. അങ്ങനെയും പറഞ്ഞ് ശ്രുതി വിളിക്കുന്നുണ്ട് ശ്രുതിയെ. അതേസമയം രവീന്ദ്രൻ പറയുന്നുണ്ട്,
പറയുന്നുണ്ട് എന്നും ദിവസവും വൈകി കിടക്കുന്ന വൈകി എണീക്കുന്ന വർഷയും ശ്രീകാന്തും വരെ ഇപ്പൊ എണീറ്റു. എന്നിട്ട് ശ്രുതിക്ക് മാത്രം എന്താ എണീക്കാൻ തോന്നാത്തത്? അവന് ജോലിക്ക് പോകാനുള്ളതല്ലേ, അവനെ ഇതുവരെ എന്താ കാണാത്തത് എന്നൊക്കെ പറയുമ്പോ ചന്ദ്രമതി തിരിച്ചു പറയുന്നുണ്ട് അവൻ എണീറ്റൊക്കെ കാണും, ഇപ്പൊ റെഡിയായി നിൽക്കുന്നുണ്ടാവും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിലേ നിങ്ങൾ നോക്കിക്കോ എന്നും പറഞ്ഞ് ശ്രുതി കിടക്കുന്ന റൂമിന്റെ കതകിൽ പോയി തട്ടുകയാണ് ചന്ദ്രമതി. ശ്രുതി ഇതുവരെ എണീറ്റിട്ടില്ലെന്ന് കാണുമ്പോ ചന്ദ്രമതി ആകെ നടുങ്ങുന്നുണ്ട്. ശേഷം ചന്ദ്രമതി തന്നെ പോയിട്ട് ശ്രുതിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് വിളിച്ചുണർത്തുന്നത് വൻ കോമഡിയാണ്. ഈ കൊച്ചുകുട്ടികളെയൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്ന പോലെയാണ് ചന്ദ്രമതി ശ്രുതിയെ വിളിക്കുന്നത്. അതൊക്കെ കാണുമ്പോ എല്ലാവർക്കും ശരിക്കും ചിരി വരുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്ര നീ ഒരു കാര്യം ചെയ്യ്, അവനെ എടുത്ത് മടിയിൽ വെക്ക്, എന്നിട്ട് നീ പോയി പല്ല് തേപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് സ്കൂളിലോട്ട് വിടാൻ. അല്ല, അവൻ LKG പോയിരുന്ന സമയത്ത് നീ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവനെ വിളിച്ച് സ്കൂളിൽ പറഞ്ഞു വിട്ടിരുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് സച്ചിയും വരുന്നുണ്ട്. ചന്ദ്രമതി ശ്രുതിയെ എണീപ്പിക്കുന്നത് കാണുമ്പോൾ സച്ചിക്കും ചിരി വരികയാണ്. എന്താ അച്ഛാ ഇവരീ കാണിക്കുന്നത്? ഇവനെന്താ സ്കൂളിലോട്ടാണോ പോകുന്നത്? കൊച്ചുകുട്ടികളെ പോലെ ഇവനെ വിളിച്ച് എണീപ്പിക്കാൻ? ഇവനറിയില്ലേ ഇവന് പോകണമെന്ന്? ഉടനെ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്താ ചെയ്യുക സച്ചി, നിന്റെ അമ്മയാണ് ഇവനെ ഇങ്ങനെ വഷളാക്കുന്നത്. എന്തായാലും ശ്രുതി ഇങ്ങനെയൊന്നും വിളിച്ചിട്ട് എണീക്കുന്നില്ലെന്ന് കാണുന്ന സച്ചി ഇവനെ എങ്ങനെ എണീപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞ് ജഗ്ഗിലെ വെള്ളം എടുത്ത് ശ്രുതിയുടെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുന്നുണ്ട്. ഞാൻ വെള്ളത്തിൽ വീണേ എന്നും പറഞ്ഞ് ശ്രുതി കരഞ്ഞ് എണീക്കുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒന്നും ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. സച്ചിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താലേ അവൻ എണീക്കൂ, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചതെന്ന്. എന്നിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് നീ വേഗം എണീറ്റ് കുളിച്ച് ജോലിക്ക് പോകാൻ നോക്ക്, എന്റെ അച്ഛന്റെ പൈസ തരുന്നവരെങ്കിലും നീ കറക്റ്റായിട്ട് ജോലിക്ക് പോ, എന്നിട്ട് കൊടുക്കാനുള്ള പൈസ അച്ഛന് തിരിച്ചു കൊടുക്ക്. അങ്ങനെയും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുമ്പോ ശ്രുതിയാണെങ്കിലും ദേഷ്യം കടിച്ചു പിടിച്ച് ജോലിക്ക് പോകാൻ വേണ്ടി കുളിക്കാനായി കയറുന്നുണ്ട്.